2 ദിവസം മുമ്പ് മാത്യു സാമുവലിൻ്റെ യൂട്യൂബ് ചാനൽ ഇന്ത്യ ഉണ്ടെങ്കിൽ നിർത്തലാക്കി ബാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം എന്താണെന്ന് ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോയിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും കാണാത്തവർക്ക് വേണ്ടി ചെറുതായിട്ട് പറയാം. പുള്ളിക്കാരനുണ്ടെങ്കിൽ നമ്മുടെ ഇന്ത്യ നടത്തിയ സിന്ദൂർ എന്ന് പറഞ്ഞ ഒരു അറ്റാക്കിനെ പറ്റി കുറേയധികം വ്യാജമായിട്ടുള്ള പ്രചരണം തൻ്റെ യൂട്യൂബ് ചാനലിലൂടെ നടത്താൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് പറഞ്ഞൊരു കാര്യം, നമ്മുടെ ഇന്ത്യയുടെ 2-3 ജെറ്റുകൾ പാകിസ്ഥാൻ നടത്തിയ ആക്രമണത്തിൽ തകർന്നു വീണു. അത് താൻ കൺഫേം ചെയ്തു, താൻ വിളിച്ച് തിരക്കി തനിക്കറിയാവുന്ന സോഴ്സിലൂടെയൊക്കെ എന്ന് പറഞ്ഞ് വ്യാജമായിട്ടുള്ള പ്രചരണം തൻ്റെ യൂട്യൂബ് ചാനലിൽ ഇടുകയുണ്ടായി. ആ ഒരു ഇട്ടതിന് ശേഷമാണ് ഈ നമ്മുടെ ഇന്ത്യ കുറേയധികം യൂട്യൂബ് ചാനലിന് ഇതേ കണക്ക് മിസ്ഇൻഫോർമേഷൻ കൊടുത്തുകൊണ്ടിരുന്ന എല്ലാ ചാനൽസും ബാൻ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെയാണ് അവസാനം എന്ത് ചെയ്തത്, ഈ ഒരു പുള്ളിക്കാരനെ മാത്യു സാമുവലിൻ്റെ യൂട്യൂബ് ചാനലും ബാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ബാൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ പുള്ളിക്കാരൻ വേറൊരു ചാനൽ വഴി തന്നെ വന്ന് ഇതിനെക്കുറിച്ചുള്ള സംസാരമാണ്. ഇപ്പോൾ പുതിയതായിട്ട് ആ ഒരു വ്യക്തി അതിനെക്കുറിച്ച് സംസാരിക്കാൻ വന്നിട്ടുണ്ട്. ആ ഒരു ബാനൊക്കെ വന്നതിന് ശേഷം ഈ ഒരു കാര്യം പുള്ളിക്കാരൻ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ മാത്രമല്ല വലിയ കുറേയധികം ഇൻ്റർനാഷണൽ ആയിട്ടുള്ള ചാനലും ഇതിനെപ്പറ്റി സംസാരിച്ചിട്ടുണ്ടായിരുന്നു, അവർക്കൊന്നും വാഴയ്ക്കാൻ പറ്റുന്നില്ല, എന്നെ മാത്രം ടാർഗറ്റ് ചെയ്താണ് ഇതെല്ലാം ചെയ്യുന്നതെന്ന് പറഞ്ഞ് പുള്ളിക്കാരനുണ്ടെങ്കിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിനകത്ത് വേറെ കാര്യങ്ങളും പറയുന്നുണ്ട്. ഞാൻ ഇതേ കണക്കെതിരായിട്ട് വീഡിയോ ചെയ്യുന്നത് ബാക്കിയുള്ളവരിലേക്ക് എത്തിക്കുന്നതൊക്കെ ചിലവർക്ക് ഇഷ്ടപ്പെടുന്നില്ല, അതാണ്, അല്ലാതെ ഞാൻ വ്യാജമായിട്ടൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരനെ ന്യായീകരിച്ച് ഒരു രീതിയിൽ കൊണ്ടുവരുന്നത്. പുള്ളിക്കാരൻ ഭയങ്കര ന്യായീകരണമായിട്ടാണ് വന്നേക്കുന്നത്. ബാക്കിയുള്ള ചാനൽസ് ചെയ്ത് അവർക്കൊന്നും കുഴപ്പമില്ല, ഞാൻ ചെയ്തപ്പോൾ എനിക്ക് മാത്രമാണ് കുഴപ്പം, എന്നെ ടാർഗറ്റ് ചെയ്തതാണ്, എന്നിട്ട് പുള്ളിക്കാരനെ ഭയങ്കരമായിട്ട് വെളുപ്പിക്കാനുള്ള ശ്രമവും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് പുള്ളിക്കാരൻ ഒരു വീഡിയോ ഇട്ടിട്ടുള്ളത്. പക്ഷേ ഈ ഒരു വ്യക്തിക്കെതിരെ എല്ലാവരും, ഈ ഒരു സംഭവം നടന്നതിന് ശേഷം എല്ലാവരും ആ ഒരു വ്യക്തിക്ക് എതിരെയായിരുന്നു സംസാരിച്ചിട്ടുള്ളത്. ആരും തന്നെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്തൊന്നും മാത്യു സാമുവലിനെ സപ്പോർട്ട് ചെയ്തേ സംസാരിച്ചിട്ടില്ല. കാരണം ഈ ഒരു സമയത്ത് ആരും അങ്ങനത്തെയുള്ള വ്യാജമായിട്ടുള്ള പ്രചരണം നടത്താൻ പാടില്ല. കാരണം ഇപ്പം ഏത് പാർട്ടി എന്തോ ആവട്ടെ, എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നത് ഇന്ത്യക്ക് വേണ്ടിയാണ്. അതിപ്പോൾ ഏത് പാർട്ടിയായാലും ഈ ഒരു അറ്റാക്ക് നടന്ന സമയത്ത് ഏതൊരു പാർട്ടിയായാലും ഒന്നിച്ച് നിന്നിട്ടാണ് അതിനെ എതിർക്കാൻ ശ്രമിച്ചത്. എല്ലാവരും ഒരേയാണ് മനസ്സോടാൻ നിന്നത്. അങ്ങനത്തുള്ള സമയങ്ങളിൽ ഇന്ത്യയിൽ ആൾക്കാർ ഇതിനെപ്പറ്റി അറിയാൻ വേണ്ടി സെർച്ച് ചെയ്യുമ്പോൾ, ഈ ന്യൂസും കാര്യങ്ങളും അറിയാൻ വേണ്ടി സെർച്ച് ചെയ്യുമ്പോഴത്തേക്കും ഇങ്ങനത്തുള്ള ഫേക്കായിട്ടുള്ള ന്യൂസും കാര്യങ്ങളും ഇവർ പ്രചരിപ്പിക്കുമ്പോഴത്തേക്കും അതുകൊണ്ടുണ്ടാകുന്ന കുറേയധികം പ്രശ്നങ്ങളുണ്ട്. അത് ഗവൺമെൻറ്റിന് അറിയാം. അതുകൊണ്ടാണ് കുറേയധികം നെഗറ്റീവായിട്ടുള്ള ഇതിനകത്ത് മിസ്ഇൻഫോർമേഷൻ കൊടുത്തിട്ടുള്ള ചാനൽസ് എല്ലാം ബാൻ ചെയ്ത്. അതിലെ ഒരു ബാനാണ് ഈ ഒരു മാത്യു സാമുവലിന് കിട്ടിയിട്ടുള്ളത്. ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിന് കുറച്ച് നാണം വേണം. കാരണം എന്ന് പറഞ്ഞാൽ ഒരു അത്രയും സിറ്റുവേഷനിലാണ് നമ്മുടെ ഇന്ത്യ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു സമയത്ത് പോലും ഇങ്ങനത്തുള്ള വ്യാജമായിട്ടുള്ള പ്രചരണം നടത്തുന്ന ഒരു വ്യക്തി എന്ന് പറയുമ്പോഴത്തേന്, എന്നിട്ടിപ്പം വന്നിരുന്ന് ഭയങ്കരമായിട്ട് മെഴുകുവാണ്, ബാക്കിയുള്ള ചാനലൊക്കെ ഇപ്പോഴും ചെയ്യുന്നുണ്ട്, നമ്മൾ ചെയ്തപ്പോഴാണ് പ്രശ്നം എന്നുള്ളത്. അതുപോലെ തന്നെ പാകിസ്ഥാൻ ഇതൊക്കെയാണ് പറഞ്ഞ് അവരെ ചാനൽ വിട്ടിട്ടുണ്ടായിരുന്നു. അവരെ പാകിസ്ഥാനിലെ ന്യൂസ് ചാനലൊക്കെ ഇങ്ങനെ ആയിരുന്നു, ഇത് കണക്ക് ഇന്ത്യയുടെ ജെറ്റുകളെല്ലാം നശിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ് ആ വീഡിയോ കണ്ടതിന് ശേഷമാണ് ആൾക്കാരൊക്കെ ഇതൊക്കെ വ്യാജമായിട്ടുള്ള പ്രചാരണമാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പോലും ചിലവർ ആ ഒരു വീഡിയോ ഒക്കെ പാകിസ്ഥാൻ ഇട്ട വീഡിയോ നമ്മൾ വരെ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം കുറേയധികം പേര് അത് റൈറ്റ് ആണെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ഒരു വ്യക്തി ഇത് കറക്റ്റാണ്, ഞാൻ വിളിച്ച് അന്വേഷിച്ചു കറക്റ്റായിട്ടുള്ള സോഴ്സിൽ, അപ്പോൾ ഇങ്ങനെയൊക്കെ റൈറ്റായിട്ടുള്ള കാര്യമെന്ന് ഇങ്ങനെ ഫേക്കായിട്ട് വിടുമ്പോഴത്തേനും ഒരു രാജ്യത്തിനെ പറ്റി, അതും സ്വന്തം രാജ്യത്തിനെ പറ്റി ഇങ്ങനത്തെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത് അതൊരിക്കലും ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല. ഇനി എത്രമാത്രം അതിനെയൊക്കെ വന്നിരുന്ന് ന്യായീകരിക്കാൻ ശ്രമിച്ചാലും ആ വേറെയൊക്കെ ന്യൂസും ഇതേ കണക്ക് പറഞ്ഞു എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. നിങ്ങൾ ചെയ്തത് വളരെ തെറ്റായിട്ടുള്ള കാര്യമാണ്, അത് സമ്മതിച്ചേ പറ്റൂ, അതിലൊരു കാര്യമില്ല. ഈ ഒരു കാര്യത്തിൽ ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് എന്താണ്, ഈ ഒരു മാത്യു സാമുവൽ ഇത് ചെയ്തതിനോട് നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക.